Three ideas: capitalism, socialism, communism. Each promises a better future. But which one truly delivers? നമുക്ക് ഇത്ര പോപ്പുലേഷൻ വെന്റിലേഷൻ ഇല്ല. എല്ലാവരും ഗവൺമെന്റ് ഹോസ്പിറ്റലോട്ട് വന്നു എവിടെ ഇടും എല്ലാവരും പ്രശ്നമാണ് നമ്മുടെ നാട്ടിലുള്ള. അത് അത്രയും വലിയ പോപ്പുലേഷൻ ഉള്ള കൺട്രി അല്ല. അപ്പോൾ നല്ലൊരു ഗവൺമെന്റോട് നല്ലതായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറഞ്ഞാൽ ആരാണോ ഗവൺമെന്റ്. സോ അടുത്ത ടോപ്പിക്ക് നമ്മുടെ ഇത് 3 സിസ്റ്റം ഓഫ് റൂളിംഗ്, അല്ലെങ്കിൽ സോഷ്യലിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം. ഇതിൽ വേണ്ടി നമുക്ക് ഒന്ന് രണ്ട് വേറെ സിസ്റ്റം, ഏത് സിസ്റ്റമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, എന്താണ് ഡിഫറൻസ്, ഏതൊക്കെയാണ് കറണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചില കൺട്രീസ് ഇവൻ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള കൺട്രികളുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഗുണങ്ങൾ, ഡിസഡ്വാൻറ്റേജസ്, അതൊക്കെ ഒരു 10-15 മിനിറ്റിൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് സോഷ്യലിസം, ക്യാപിറ്റലിസം, എന്താണ് സോഷ്യലിസം? സോ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ നമുക്ക് 1-2 സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് അമേരിക്കയിൽ തന്നെ കാണാം. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും, ഒരു ബിസിനസ് ആയിരിക്കും റൺ ചെയ്യുന്നത്. ഗവൺമെന്റിന് അതിൽ വലിയ ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഉണ്ടാവില്ല. സോ ഇപ്പം നമ്മുടെ കഴിഞ്ഞ ഡിബേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ റിച്ച് ബിക്കംസ് മോർ റിച്ച് എന്നുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും. ബട്ട് സോഷ്യലിസം ആണെങ്കിൽ അവർ ബില്യനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നിന്ന് കുറേ കൂടെ ടാക്സ് പിരിച്ചിട്ട് അവർ കുറേ കൂടെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ബസ് പോലത്തെ സർവീസുകൾ ഫ്രീ ആക്കുന്നു, ഹെൽത്ത് കെയർ ഫ്രീ ആക്കുന്നു. സോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കൂടെ സർവീസുകൾ ഫ്രീ ആക്കും. പക്ഷേ കൂടുതൽ ഫണ്ട് പിരിക്കാൻ പോകുന്നത് കാശുള്ള ആൾക്കാരെ നിന്നായിരിക്കും. കമ്പയർ ടു പിന്നെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഇൻഡിവിജ്വൽ ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരു ഒറ്റ ആൾക്കാർ പറയും, അത് ബാക്കി ചെയ്യണം. ആ ഒരു സെറ്റപ്പാണ് കമ്മ്യൂണിസം. സോ അപ്പം അതിനൊരു എക്സാമ്പിൾ എല്ലാവരും പറയുന്നത് നോർത്ത് കൊറിയ, ചൈന പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഇതുപോലെ എന്താ പറയുക, ബിസിനസ് ഓണേഴ്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. പക്ഷെ അവരൊന്നും ഗവൺമെന്റിനേക്കാൾ വലുതല്ല. ഗവൺമെന്റ് തീരുമാനിക്കും, അത് ഫോളോ ചെയ്യും ബാക്കിയുള്ള എല്ലാവരും. സോ അപ്പോൾ ആ ഒരു സെറ്റപ്പാണ്. ആ സെറ്റപ്പ് കൂടുതൽ ഗവൺമെന്റ് ആണ്. ചൈനയിലൊക്കെ പോലെ കൂടുതലും ഗവൺമെന്റ് റൺ ചെയ്യുന്നതാണ് തോന്നുന്നത് ഈ ഹെൽത്ത് കെയർ കാര്യങ്ങൾ. മറ്റേ ഗവൺമെന്റ് എടുത്തിട്ട് തരുന്നു. സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഇതിനെ 2 ഒരെണ്ണം നിനക്ക് വരും, ഒരെണ്ണം ഞാൻ വെക്കും. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അത് കൊള്ളാം, കേട്ടിട്ട് അത് കൊള്ളാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇല്ല, അത് ഞാൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിലും പറഞ്ഞാണല്ലോ, എനിക്ക് ആ ഒരു സിസ്റ്റം എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ നിന്ന് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു നല്ല ഐഡിയ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ്, അതുകൊണ്ടാണ് ഞാൻ ക്യാപിറ്റലിസം സപ്പോർട്ട് ചെയ്യുന്നത്. കോമ്പറ്റീഷൻ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു സോഷ്യലിസം വന്നു കഴിയുമ്പോഴത്തേക്കും. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവോ ആൾക്കാർക്ക്? പീസ് ഉണ്ടാവില്ലേ? പീസ് ഉണ്ടാവില്ല, ഒരിക്കലും ഇല്ല. എങ്ങനെ ഇവരെല്ലാം കൂടെ ഫ്രീ ആയിട്ട് കോമ്പറ്റീഷൻ കുറയുമല്ലോ. കാരണം കോമ്പറ്റീഷൻ കുറയും. കോമ്പറ്റീഷൻ കുറയല്ലോ. കോമ്പറ്റീഷൻ എങ്ങനെ കുറയുന്നത്? എടി ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ടാക്സ് ചെയ്യാനായിട്ട് അവിടെ അവരില്ല, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ ഇവർ എവിടെ നിന്ന് ആൾക്കാരെ ടാക്സ് ചെയ്യും? എന്നാലും ഇവർക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊണ്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് കാശുള്ളവർ എന്തായാലും ഉണ്ടാവുമല്ലോ. കാശുള്ളവരുണ്ടോ? അവിടെ വേണമല്ലോ കാശുള്ളവര്. അപ്പൊ അവരുടെ ടാക്സ് ഇപ്പൊ മംദാനി പറയുന്നുണ്ട്, മറ്റേ 5 മില്യത്തിന് മുകളിൽ അവിടെ ബിൽഡിംഗ് ഉണ്ടായിട്ട് അവിടെ താമസിക്കാത്ത ആൾക്കാരെ എല്ലാരെയും ടാക്സ് ചെയ്യാൻ പോകാന്ന് പറയുന്നുണ്ട്. സോ അവര് നാളെ വന്നിട്ട് അവരവരുടെ ബിൽഡിങ്ങും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പോത്തില്ല, എങ്ങും പോത്തില്ല. കാരണം ഇത് ഒരു 10-20-30 വർഷം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ അന്ന് തൊട്ട് തുടങ്ങിയതാ. ന്യൂയോർക്കിൽ ബില്യണേഴ്സ് എല്ലാം പോവുക, ന്യൂയോർക്കിന് ഉണ്ടാവുകയില്ല. ഇത് പണ്ട് തൊട്ടേ നടക്കുന്ന കാര്യം. ആരും പോയിട്ടില്ല, പോകാനും പോകുന്നില്ല. അല്ല, ഇപ്പോഴത്തെ ഒരു സംഭവം കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ ഇപ്പോൾ പുള്ളി ഇപ്പോൾ ലെറ്റ്സ് ഫ്ലോറിഡയിലേക്കാണ് പോകുന്നത് വിചാരിക്കും. ഫ്ലോറിഡ തന്നെ ഉള്ള എല്ലാ ബിസിനസ്സുകളിലെയും ഹബ്ബ് ഇവിടെയാണ്, ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലുള്ള പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NYSE എന്ന് പറഞ്ഞ ഇതൊന്നും ഇറങ്ങുമില്ല. അത് ഉള്ളിടത്തോളം കാലം ഇവരെങ്ങും പോകത്തില്ല. കാരണം ഇതൊരു ബിസിനസ് ഹബ്ബ്. ഇവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ടാക്സ് കൂട്ടിയത് കൊണ്ട് താഴോട്ടുള്ളവരെ പറ്റിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ റെന്റ് ഇപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് കുറേ ഉള്ളവരെ റെന്റ് കൂട്ടാൻ പറ്റും. അതാണ് ചെയ്യുമായിരിക്കും. പക്ഷെ ഇവർ ബിസിനസ് വിട്ട് പോകത്തില്ല ഇവിടുന്ന്. അവരതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എത്ര പുള്ളി 6 മാസം എന്താണെന്നുള്ളൂ പുള്ളി പറയുന്നത്, അവരുടെ ഷീറ്റ് ബാലൻസ് ആയെന്ന് പറയുന്നത്. പുള്ളി 12 ബില്യൺ ഡെഫിസിറ്റ് പുള്ളി 6 മാസം കൊണ്ട് ക്ലിയർ ചെയ്ത് പറഞ്ഞു. അതും എന്തുമാത്രം ശരിയാണ്, അവർ എന്തുമാത്രം ശരിയാ. അത് കള്ളം പറയാന്നാണെന്ന് വിചാരിക്കുന്നത്. എനിക്ക് വിശ്വാസമുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അപ്പൊ നീ വിചാരിക്കുന്നത് പുള്ളി കള്ളം പറയാണെന്ന്? ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല. പുള്ളി ആരെയും വിശ്വസിക്കുന്നു? ആരെയും വിശ്വസിക്കുന്നില്ല. ട്രംപിനെ വിശ്വസിക്കുന്നുണ്ടോ? ട്രംപിനെ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ആരും വിശ്വസിക്കില്ല. വിശ്വസിക്കുന്നത് ഒരു വിവരമില്ല. മംദാനി എന്ന് പറഞ്ഞ ഒരുത്തൻ ഒരു 6 മാസം മുന്നേ പെട്ടെന്ന് വന്നിട്ട് കുറെ വീഡിയോ ഇട്ട് ഫേമസ് ആയി. അത് കഴിഞ്ഞ് റീച്ച് കിട്ടി. പുള്ളി സോഷ്യലിസം വർക്കാവുന്ന. പിന്നെ പുള്ളി എങ്ങനെ കള്ളം പറയാം? കാരണം എല്ലാത്തിനും ഡോക്യുമെന്റ്സ് ഉള്ള പുള്ളി എങ്ങനെ കള്ളം പറയുന്നത്? എനിക്കിത് ഞാൻ പറഞ്ഞ അതാ സ്റ്റിൽ എനിക്ക് ഇത് എങ്ങനെ പോകുന്നു നോക്കട്ടെ. പുള്ളി ഇപ്പൊ 6 മാസമല്ലേ ആയുള്ളൂ. 6 മാസം കൊണ്ട് പുള്ളി ബാലൻസ് ആക്കി സാധനം. പിന്നെ അവിടെ ട്രസ്റ്റ് ആയിട്ടില്ല പുള്ളിയെ. ബസ് റൈഡ് പുള്ളി ഫ്രീ ആക്കും. ഹെൽത്ത് കെയർ, ചൈൽഡ് കെയർ ഫ്രീ ആക്കി. കെയർ ഓൾറെഡി ഫ്രീ ആയിരുന്നു ന്യൂയോർക്കിൽ. പക്ഷെ ഇപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു ചൈൽഡ് കെയർ ലൈക്ക് ഏതോ ഇത്ര പ്രായത്തിന് താഴെയുള്ള പിള്ളേർക്ക് ചൈൽഡ് കെയർ ഫ്രീ ആക്കി പറയുന്നു. പിന്നെ ഗവൺമെന്റ് ഫണ്ടഡ് ഗ്രോസറി സ്റ്റോർ തുടങ്ങി, ഫ്രീ ആയിട്ട് ഗ്രോസറി. ഇതൊക്കെ ആർക്കാ നഷ്ടം? ഇതൊക്കെ ആർക്കാ നഷ്ടം? ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി മറ്റേ ഈ മില്യണേഴ്സ് കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങി. മറ്റേ നമ്മുടെ ആ ഒരു ഷോ ഉണ്ടല്ലോ ഷാർക്ക്, അതിനകത്ത് അയാൾ
അത് അയാൾ കനേഡിയൻ, അയാൾ ഒരു കാര്യമില്ല, അയാള് പണ്ടോട്ട് റിയാക്ട് ശരിയാ. ഒരു അവര് ഒരു പോയിന്റ് പറയുന്നുണ്ട് ഈ ഒരു ഇതിനെതിരെ. അത് ഞാൻ കറക്റ്റ് എന്റെ ഒരു കാര്യം ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ നിന്നല്ലേ പറഞ്ഞു. ആ ബിൽഡിങ്ങിന്റെ ഓണർ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ കക്ഷി പറയണ്ടായിരുന്നു ഇത് വെൽത്ത് ഔട്ട് ചെയ്യുക, അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകും എന്ന് രീതി പറയുന്നുണ്ട്. പക്ഷെ അവർ പോത്തൊന്നുമില്ല. അവർ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് അവരെന്തായാലും പോത്തൊന്നുമില്ല. അവർക്ക് അവരുടെ അസറ്റ് കളഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഒരു അസറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഉണ്ടെങ്കിലും അവരവിടെ വന്നിട്ട് വല്ല ഹോട്ടലിൽ താമസിച്ചാൽ മതിയല്ലോ. പക്ഷെ ഇത് ചെയ്താലുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഇത് ബാക്ക് ടു പാവപ്പെട്ടവർക്ക് തന്നെ പ്രശ്നം വരുന്ന എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവളെ ടാക്സ് ഫ്രീ ആക്കി കൊടുക്കുമ്പോൾ അവരെന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ ഇപ്പോൾ അവിടെ അപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കും, ആ ബിൽഡിംഗ് അവിടെ താമസിക്കുന്ന റെന്റ് കൂട്ടിയാൽ ഇവർ ഇവിടെ സേവ് ചെയ്യുന്ന പൈസ അപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. ബാക്ക് ടു അതാ പറയുക, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒരു ലാഭം ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ല മാർക്കറ്റ് കിട്ടും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് നല്ല കാര്യമാണ് ചെയ്തത്. ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് ആ ചിരി ഉണ്ടോ പുള്ളിയുടെ? ചിരി കണ്ടിട്ടുണ്ടോ? ഓമനത്ത് നിറഞ്ഞ മുഖം, ആ ചിരി. ചെയ്തത് നല്ല കാര്യം. എടാ പുള്ളിയാണെങ്കിൽ വന്നിട്ട് 6 മാസം കൊണ്ട് പുള്ളി ചെയ്യാനുള്ള കാര്യങ്ങൾ പകുതി ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പുള്ളി 6 മാസം മുന്നേ റോട്ട് ചെയ്തിട്ട് ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാനൊരു സാധനം പറയാം, അത് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ വെച്ചാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ അത് കഴിഞ്ഞുള്ള പുള്ളിയുടെ ഒരു ഗ്രോത്ത് ഉണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ വൈറലായി ആ മാർക്കറ്റിംഗ് ഒക്കെ പുറപ്പുറം മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ടൊരു ഗ്രോത്ത്, അത് ഇൻക്രെഡിബിൾ. അതൊന്നും പറയാൻ പുള്ളിയുടെ ഏറ്റവും വലിയതുണ്ട് മറ്റേ ഇസ്രായേലോട്ടുള്ള ചോദ്യം ഒന്നില്ലേ, അവിടെയാണ് പുള്ളിയുടെ അപ്പൊ ആ പുള്ളി ഒരു പ്രോപ്പർ അവിടെയാണ് വന്നത്. അത് കേട്ടപ്പോൾ മനസ്സിലായി പുള്ളി സെല്ലൗട്ടല്ലെന്ന് മനസ്സിലായി. അത് കാര്യമില്ല, പുള്ളി സെല്ലൗട്ടല്ലെന്നുള്ള കാര്യം അവിടെ മനസ്സിലായി. കാരണം പുള്ളി ആർക്കും വേണ്ടി പണിയത്, പുള്ളിക്ക് ഒരു വിഷൻ ഉണ്ട്, ആൾക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണെന്നുള്ള കാര്യം മനസ്സിലാവും. കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ ആളെ വേണ്ടതല്ലേ, ജനങ്ങളെ പറ്റി ചിന്തിക്കുന്ന ലീഡറല്ലേ വേണ്ടത്. അല്ലാതെ അതാക്കുന്ന കാര്യം ആൾക്കാർ പറഞ്ഞ പ്രസിഡന്റ് ആയിട്ട് റൺ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. സോ അപ്പം റണ്ടി നല്ല കാര്യം. എനിക്ക് ഒന്നും പറയാൻ എടാ പുള്ളി ചെയ്തതിൽ എന്താ തെറ്റെന്തോ? പുള്ളി ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിക്കരുത് ഞാൻ പറയുന്നത്. കണ്ണടക്കണ്ട, നീ കണ്ണ് തുറന്ന് നോക്കിയാൽ മതി, കാണാലോ. തുറന്ന് നോക്കിയിട്ട് 6 മാസമായിട്ടുള്ളൂ കാണാൻ തുടങ്ങിയിട്ട്. അപ്പൊ തന്നെ ഇത്ര ഓൾറെഡി അവിടെ ക്രൈം തന്നെ ഇത്ര ഹിസ്റ്റോറിക്കൽ ലെവൽസ് ഓഫ് ക്രൈം പറയുന്നത്. ഓക്കെ, അപ്പൊ തന്നെ ഇത്രയും ഭയങ്കര ഇത് ചെയ്തു അത് ഇയാൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല, പറയുന്നതല്ല, അവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ നോക്ക്. 12 ബില്യൺ ഹിസ്റ്റോറിക്കൽ ലെവൽ ക്രൈം കുറഞ്ഞു. ബഡ്ജറ്റ് ബാലൻസ് ചെയ്തത്. അതില് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബെയിൽ ഔട്ട് 4 ബില്യൺ ഇത് പുള്ളിക്ക് ഇത് കിട്ടി, ലോൺ കിട്ടി സിറ്റി ബിൽഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഡിലേഡ് പെൻഷൻ കോൺട്രിബ്യൂഷൻ, പെൻഷൻ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് കുറച്ച് നാളത്തേക്ക് സംഭവം ഡിലേ ചെയ്തു. അപ്പോൾ അതിൽ നിന്നും ആ ഒരു പൈസ അവർക്ക് സേവ് ചെയ്യാൻ പറ്റി. പിന്നെ മൂന്നാമത്തത് തേർഡ് ഇത് വരുന്നത് ടാർഗറ്റഡ് ന്യൂ ടാക്സസ്. ഇത്രയും ടാക്സ് വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, ഏകദേശം 68 മില്യൺ. അത് മറ്റേ ബില്യണേഴ്സിന്. അപ്പോൾ അതും കൂടി കൂട്ടി, അപ്പം അങ്ങനെ എല്ലാം കൂടി സംഭവം കൂട്ടുമ്പോഴത്തേനും 12 ബില്യൺ അവർ ബാലൻസ് ചെയ്തു. ന്യൂയോർക്കിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പോലെ തന്നെ നമ്മുടെ വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളും എല്ലാം വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈവൻ നമ്മുടെ കാനഡ നോക്കിക്കഴിഞ്ഞാൽ കാനഡ ഒരു കമ്മ്യൂണിസം ആണോ സോഷ്യലിസം ആണോ ക്യാപിറ്റലിസം ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു ബ്ലെൻഡാണ്. കാരണം ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഇവിടെ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പബ്ലിക് ഹെൽത്ത് കെയർ ഫ്രീ ആണ്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് കുറച്ച് സോഷ്യലിസം എന്ന് പറയാം. പക്ഷേ ഹെൽത്ത് കെയർ എങ്ങനെയാണെന്ന് നമുക്കറിയാം ഓൾറെഡി. പക്ഷേ ഇവിടെ ഒരു രീതി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ കമ്മ്യൂണിസം ഉണ്ട്, അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതെവിടെ കമ്മ്യൂണിസം? ഇവിടെ ഈ ഗവൺമെൻറ് തന്നെ, ലിബറൽ ആയിട്ടുള്ള ഈ ഗവൺമെൻറ് തന്നെ. എനിക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നു ഇത് നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിക്കുന്നതാണല്ലോ, നമുക്കൊരു ഓപ്ഷൻ തരുന്നില്ലല്ലോ. എനിക്കൊന്നും എല്ലാ ഗവൺമെന്റും ഒരു ബ്ലെൻഡ് ആണ് ഇതിന്റെ മൂന്നിന്റെയും. ക്യാപിറ്റലിസ്റ്റിക് മാത്രമായിട്ടൊരു ഗവൺമെന്റ് ഇല്ല, സോഷ്യലിസ്റ്റ് മാത്രമായിട്ടില്ല. എനിക്കൊന്നും US പോയി കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ പ്രൊമിനന്റ് ആയിട്ട് കാണുന്നത് ക്യാപിറ്റലിസ്റ്റിക്. സ്റ്റിൽ സോഷ്യലിസത്തിനും ഉണ്ടല്ലോ, സോഷ്യലിസ്റ്റ് ആണ് ടാക്സ് വാങ്ങുന്നത്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, സംഭവങ്ങളും എല്ലാം അതിലും ഉണ്ട്. പക്ഷെ അതിന്റെ പെർസെൻറ്റേജ് കൂട്ടുമ്പോഴാണ് ഇവിടെ ബാലൻസിന് പ്രശ്നം വരുന്നത്. അപ്പോൾ ഏത് കൺട്രിയാണ് ബെറ്റർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ സോഷ്യലിസ്റ്റിക് ആണ് കാര്യം, ഇതുപോലെ ടാക്സ് വാങ്ങുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് നല്ല ഇൻസെന്റീവും ശമ്പളം കൊടുക്കുന്നുണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നത് ക്യാപിറ്റലിസ്റ്റിക് ആയിരിക്കും. അതിപ്പോൾ ഇപ്പോൾ റൈറ്റ്, മിക്ക ഡെമോക്രസിയും എനിക്ക് തോന്നുന്ന ക്യാപിറ്റലിസ്റ്റിക് ആയിരിക്കും. പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇപ്പോൾ ബെൻസ്ബായിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി പറഞ്ഞുള്ള ഐഡിയ ഉണ്ടല്ലോ. ഗവൺമെന്റ് ആ ഒരു ആടിനെ വാങ്ങിച്ചു വെക്കുന്നു, എനിക്ക് വെൽത്ത് ഉള്ള ആൾക്കാരുടെ വെൽത്ത് വാങ്ങുന്നു, ബട്ട് ദെൻ അവര് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുന്നു. ഗവൺമെന്റ് ആണെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നു. എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് റൺ ചെയ്യുന്ന ആളുടെ ഇതുപോലെ ഇരിക്കും. അത് ആരാണോ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ ഇരിക്കുക. അല്ലാതെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയുടെ ലീഡറായിട്ട് ജനങ്ങളെപ്പറ്റി ഒരു ചിന്തയില്ലാതെ സ്വന്തം പോക്കറ്റ് മാത്രം വീർപ്പിക്കാൻ നോക്കുന്ന ലീഡർക്ക് വന്നു കഴിഞ്ഞാൽ മുടിഞ്ഞു പോകും. അല്ലാതെ ഇപ്പോൾ ജനങ്ങളെപ്പറ്റി കുറച്ചൊക്കെ ചിന്തയൊക്കെ ഉള്ള അവരുടെ ജീവിതം കൂടെ നന്നാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് തരമുള്ള ഇതാണെങ്കിലും ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് കുറെ കൂടെ ഗവൺമെന്റിന്റെ കൈ മാത്രം കൺട്രോൾ പോയി കഴിഞ്ഞാൽ അതൊരു ഡിക്റ്റേറ്റർഷിപ്പ് ആവില്ലേ?
കാരണം നമുക്ക് അവരൊന്നും പറയാനും പറ്റത്തില്ല. കാരണം ഗവൺമെന്റിനെ പറഞ്ഞാൽ നാളെ കഞ്ഞി കിട്ടത്തില്ല. ആരെ അതിപ്പോ ഏത് കാര്യമല്ല പറ്റുന്നത്, ഇവിടെ പറ്റുന്നത്. യുഎസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. റോട്ടി ഇറങ്ങിയ ആൾക്കാർ അറിയില്ല പറയുന്നത്. ആര് പറഞ്ഞു? നീ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറ്റി ജയിലിടുന്ന യൂസ് ആണല്ലോ UK-ല്. ഇതൊക്കെ സമ്മതിച്ചു. ഫ്രീഡം ഉണ്ടല്ലോ, ബട്ട് സ്റ്റിൽ പറയുന്നവരുടെ ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് കൂടി ജയിലിടുമ്പോ എന്തോ ഫ്രീഡം? അതാണ് ഞാൻ പറഞ്ഞത്. ബട്ട് സ്റ്റിൽ എന്നാലും ഇറങ്ങിന്ന് പറയുന്നുണ്ടല്ലോ. അല്ല പറഞ്ഞ ജയിലിടും, അത് ഫ്രീഡം ആണോ? ജയിലിട്ട് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഒരു അയാളെ പിടിച്ച് അവിടെ കൊല്ലത്തൊന്നുമില്ലല്ലോ. നിന്നെ ജീവിതകാലം ജയിലിട്ട് ഞാൻ എന്തോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും 20,000 നോക്കിയാൽ ഡിക്റ്റേറ്റർഷിപ്പ് തന്നെ. പക്ഷേ ഇത്ര ആൾക്കാരുള്ളിടത്ത് മാനേജ് ചെയ്യാൻ കുറച്ച് പേര് എന്തായാലും വേണം, അതെന്തായാലും വേണം. അല്ലെങ്കിൽ കെയോസ് പോലെ ആയിപ്പോ. അത് ശരിയാണ്. പക്ഷെ അപ്പൊ ഞാൻ പറയണം, അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇല്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇപ്പൊ ഈ പറഞ്ഞ എല്ലായിടത്തും ഉണ്ട്. അതെല്ലാം നീ പറഞ്ഞ US-ലാണേലും ഉണ്ട്. ഡിക്റ്റേറ്റർഷിപ്പ് ഗവൺമെന്റ് ഡിപെൻഡ് ചെയ്തല്ലോ ആൾക്കാർ. ഇതിപ്പോ ക്യാപിറ്റലിസം കൊടുത്താലും ശരിയാ, കമ്മ്യൂണിസം കൊടുത്താലും സോഷ്യലിസം കൊടുത്താലും മാനേജ് ചെയ്യുന്ന ആൾ ഗുണമല്ലെങ്കിൽ എങ്ങനെ പോയാലും കുഴപ്പം പോകും, ഡിസ്ട്രക്ഷൻ വരും. അത് നല്ലൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിസം ഞാൻ നോക്കിയിട്ട് അടിപൊളി കമ്മ്യൂണിസം വേണ്ടത്. നീ പറയുന്നത് നല്ല എല്ലാവർക്കും വേണ്ടി നല്ലത് ഒരാൾ ഭരിക്കുന്ന കമ്മ്യൂണിസം ആണ്. അടിപൊളിയാ. എടാ നീ ചൈനയെ US എടുത്ത് നോക്ക്. ചൈനയിൽ ആൾക്കാരെങ്ങനെ ജീവിക്കുന്നത്, US-ൽ ആൾക്കാരെങ്ങനെ വെറുതെ എന്താ വെച്ച് നോക്ക്. ചൈനയിൽ അവർ വർഷം ജനങ്ങൾക്ക് വേണ്ടി എന്തോരം സ്പെൻഡ് ചെയ്യുന്നു, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി എന്തോരം സ്പെൻഡ് ചെയ്യുന്നത് നോക്ക്. അവർ 1.5 to 2 ട്രില്യൺ വരെ വർഷം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ. അവരെന്ന് പറഞ്ഞാൽ ടാക്സ് മേടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ അത് മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. അവരാണെങ്കിൽ അപ്പുറത്തെ രാജ്യത്ത് വാറിന് പോകത്തില്ല, അപ്പുറത്ത് വെറുതെ ഇസ്രായേലിനോ യുക്രൈനിനോ വെറുതെ കാശ് കൊടുത്ത് കളയത്തില്ല. എന്തോരം ഉണ്ടാക്കുന്നു അതെല്ലാം ആൾക്കാരുടെ ലൈഫ് എങ്ങനെയൊക്കെ ബെറ്റർ ആക്കാവൂ അതിനൊക്കെ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. US നോക്കി, US-ൽ ഇവിടുത്തെ ഡൊണാൾഡ് ട്രംപ് ഓപ്പണായിട്ട് പറഞ്ഞു, എനിക്കാണെങ്കിൽ ജനങ്ങളെ പറ്റി നോക്കാൻ സമയമില്ല, അവരുടെ ഗ്രോസറി അഫോർഡബിലിറ്റി നോക്കാൻ എനിക്ക് അങ്ങനത്തെ ഒരു ലീഡർ വന്നാൽ എങ്ങനെ ശരിയാവുന്നത്? പുള്ളി ഓപ്പണായിട്ട് പറയുക, എനിക്ക് ജനങ്ങളെപ്പറ്റി നോക്കാൻ, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പറയുക, എനിക്കിവിടെ ജനങ്ങളെപ്പറ്റി നോക്കാൻ സമയമില്ല, എനിക്കാണെങ്കിൽ അപ്പുറത്ത് വാറുണ്ട്, അത് നോക്കണം, അത് നോക്കണം. US ആണെങ്കിൽ വർഷം 500 ബില്യൺ എന്നാണ് അവരുടെ എത്രാണ്ടോ വലിയ ട്രില്യൺ GDP നിന്ന് 500 ബില്യൺ അവർ ഒരു വർഷം ആനുവലി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി ആൾക്കാരുടെ ലിവിങ് എങ്ങനെയായിരിക്കും, വേ ഓഫ് ലിവിങ് ഏത് സ്ഥലത്തായിരിക്കും ബെറ്റർ? കമ്മ്യൂണിസം ആണ് സംബന്ധിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ട്രേഡ് ഓഫ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിലെ ആൾക്കാർ നമ്മൾ എപ്പോഴും എത്ര കാണാറുണ്ട് അവിടെ ട്വിറ്ററിലെ ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഗവൺമെന്റിന്. എന്തിനെ ക്രിട്ടിസൈസ്, എന്തിനെ ഫ്രീ ഹെൽത്ത് കെയറിനെ ക്രിട്ടിസൈസ് ചെയ്യണോ, ഫ്രീ റൈഡിനെ എന്തിനെ ക്രിട്ടിസൈസ് ചെയ്യണം? പ്രശ്നം ഉണ്ടെങ്കിലും ചെയ്യാം, ഡെമോക്രസി 100% ചെയ്യാം, ഒരു പരിധി വരെ ചെയ്യാം. പക്ഷേ കൺട്രി ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഈ കൺട്രി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഹെൽത്ത് കെയർ ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു രാജ്യവും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഹെൽത്ത് കെയർ ടെക്നിക്കലി ഫ്രീ ആണല്ലോ, എല്ലാവർക്കും ഈക്വലി ഫ്രീ. കോൺട്രിബ്യൂട്ട് ചെയ്യണം കുറച്ച്. പക്ഷേ ഇപ്പൊ നമ്മൾ കാനഡയിൽ ഒരു ആശുപത്രി പോയിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് അത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ മാത്രം കുഴപ്പം. അത് നല്ലൊരു ഗവൺമെന്റ് ആണെങ്കിൽ സുഖമായിട്ട് ഫിക്സ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് എക്സാമ്പിൾ ആണല്ലോ ഈ ഒരു ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുത്ത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന്, ചൈന ഒഴിച്ച്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അത്യാവശ്യം നല്ല, ഇന്ത്യയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാ നിനക്ക് അറിയാം? പക്ഷെ അവിടുത്തെ ഡോക്ടർമാരെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഡോക്ടർമാരാ, നല്ല ഡോക്ടേഴ്സ്. നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിനക്കിപ്പോ ഓപ്പറേഷൻ വേണമെങ്കിൽ പോലും അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ക്യാൻസർ വന്ന ഒരു 6 മാസം വെയിറ്റ് ചെയ്യുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നു സർജറി ഒക്കെ വേണമെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാ, ഗവൺമെന്റ് ഹോസ്പിറ്റലും ചെയ്യും. അവിടെ ഒരിക്കലും ചെയ്യത്തില്ല. ഞാനത് പോയി, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളേ. ഞാൻ ഒന്ന് ആശുപത്രി പോയതാ, ഗവൺമെന്റ് ആശുപത്രിയില്ല. എനിക്ക് ഓർമ്മ എന്റെ അമ്മച്ചിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ഇതുവരെ ഗവൺമെന്റ് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അമ്മച്ചിനെ ആശുപത്രി കൊണ്ടുപോയി, എനിക്ക് അടുത്ത ദിവസം അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു. ഒരാഴ്ച വോളിയത്തിന്റെ പ്രശ്നം പറഞ്ഞത്, വോളിയം കാരണം 6 months നീണ്ടു പോകുന്നു. അവിടെ മെഡിക്കൽ കോളേജ് 1-2 മെഡിക്കൽ കോളേജ് ഉണ്ട്. ആൾക്കാർ ട്യൂമർ വന്ന്, ഞാനൊരു പ്ലാസ്റ്റിക് ഇവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, പല ഇൻഫ്രാസ്ട്രക്ചറിൽ എല്ലാം പോയി. അതാണ് പ്രശ്നം. അത് ഗവൺമെന്റിന്റെ പ്രശ്നമാണ്. നല്ല ഗവൺമെന്റ് വന്നപ്പോ നമ്മള് കണ്ടേ എന്താണ് സ്ഥലമില്ല, നമുക്ക് ഇത്ര പോപ്പുലേഷൻ, വെന്റിലേഷൻ ഇല്ല, എല്ലാരും ഗവൺമെന്റ് ഹോസ്പിറ്റലോട് വന്നു, എവിടെ ഇടും എല്ലാരും. പ്രശ്നമാണ് നമ്മുടെ നാട്ടിലുള്ള. അത് അത്രയും വലിയ പോപ്പുലേഷൻ ഉള്ള കൺട്രി അല്ല. അപ്പോൾ നല്ലൊരു ഗവൺമെന്റ് വേണം, നല്ലതായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറഞ്ഞാൽ ആരാണോ ഗവൺമെന്റ്. നീ പറഞ്ഞ സംഭവം വർക്ക് ആവും. ഫ്രീ ആകുമ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ആശുപത്രിയിലൊക്കെ പോയി ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ? എല്ലാം ഫ്രീ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം വർക്ക് ചെയ്ത് ഇതിനായിട്ട് ഒരു കൺട്രി ചെയ്ത് കാണിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ ക്യൂബ ഒരു എക്സാമ്പിൾ. ക്യൂബ ഫുള്ളി ബ്രോക്കൺ ആ. ക്യൂബ ഫ്രീ ആയിട്ട് ക്യൂബയുടെ ഒരു ഫോട്ടോ, ചുമ്മാ ക്യൂബ ഗൂഗിൾ ഒന്നും അടിക്കണ്ട, ജസ്റ്റ് ക്യൂബ എന്ന് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്യൂബയുടെ ഫോട്ടോസ് കാണാൻ പറ്റും. അത് കൺട്രി ഫുള്ള് പോയി. അവിടെയാണ് ഇത് സംഭവം കമ്മ്യൂണിസത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ക്യൂബ ചുമ്മാ തെരുവ് പോലത്തെ സ്ഥലമാണ്, അവരുടെ GDP സംഭവം ഒന്നും ഇല്ല, എല്ലാ സംഭവം പോയി. അവിടെ ഈ ചൈനയിലെ ക്രിറ്റിസിസം ഒരു കാര്യം കേട്ടത്, അവിടെ 9 to 9 6 days a week 99 എന്തോ ജോലിയോ വർക്കിംഗ് അങ്ങനെ ഒരു കൾച്ചറിനെതിരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ചൈനയിൽ. 99 വർക്ക് ചെയ്യണോ അവിടെ? രാവിലെ തൊട്ട് രാത്രി വരെ 6 ദിവസം.
അങ്ങനെ ഒരു സംഭവം വന്നിരുന്നു, പക്ഷെ അത് പോയി, ആ വന്ന വഴിക്ക് തന്നെ അങ്ങ് പോയി. അതൊക്കെ ആൾക്കാർ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് ചെയ്യേണ്ട ഒരു പറ്റത്തില്ലല്ലോ, ആരോടത്ത് പോയി പറയും എനിക്ക് പറ്റത്തില്ല എന്നുള്ളത്. എടാ ജോലി വേറൊരു സാധനം ഞാൻ കണ്ടു, അതുപോലെ തന്നെ വേറെ സാധനം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആൾക്കാർ ഇങ്ങനെ പണിയെടുപ്പിക്കുന്നുണ്ട്, അവർ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ ഉറങ്ങാൻ കൊടുക്കും. ഞാൻ കാണുന്നുണ്ട് ഒരു മലയാളി ചൈനയിൽ ക്യാബിനിലൊക്കെ പോയിരുന്ന് കിടന്ന് അവിടുത്തെ അരമണിക്കൂർ അവിടുത്തെ സ്കൂളുകളൊക്കെ ഫുഡൊക്കെ കാണണം. ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലൊക്കെ മാറിയിരിക്കും അമ്മാര് ഫുഡൊക്കെ സ്കൂളിൽ കൊടുക്കുന്നത്. പിന്നെ അവിടെയും സാധനങ്ങളെല്ലാം കിട്ടും, പക്ഷെ കുറെ എല്ലാ അൾട്രാ പ്രോസസ്ഡ് ഒക്കെ ഇപ്പൊ ഒരു പാക്കറ്റിൽ അവിടെ GMO ഒക്കെ എനിക്കൊന്ന് ഈ 7-11 പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, അവിടെ ഓൾറെഡി പാക്കറ്റിലുള്ള ബർഗർ കിട്ടും. ചുമ്മാ അത് അവിടെ മൈക്രോവേവ് ചെയ്ത് തിന്നാൽ മതി. അങ്ങനത്തെ കുറെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ അവിടുത്തെ പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. അവർ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ കണ്ട എനിക്ക് തോന്നുന്നു അവിടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസ് ഷങ്കായ്, ബെയ്ജിങ്, പിന്നെ ലൈക്ക് വേറെ ഡിക്റ്റേറ്റേഴ്സിൽ ആണ് എന്തുവാ ചൈനേനൊക്കെ കൂടുതൽ ആൾക്കാർ പെർസെൻറ്റേജ് വൈസ് പ്രിസണിലുള്ളത് യൂസിലാണ്. പക്ഷെ ചൈനയുടെ പേഴ്സണേജ് ഇതിൻ്റെ ഉണ്ടോ? ഗൂഗിളൊക്കെ കിട്ടും. അത് ചൈന വരുന്ന അത് എക്സ്റ്റേണൽ ഏജൻസീസ് ആണ് പോയി വെരിഫൈ ചെയ്യുന്നത്, അല്ല ചൈന അല്ല. അവിടെ അപ്പൊ US മറച്ചു വെക്കുന്ന ആയിക്കൂടെ? അപ്പൊ US മറച്ചു വെക്കുന്ന ആയിക്കൂടെ? അപ്പൊ പിന്നെ US ആ കൂടുതലെങ്കിലോ? നീ 2 കൺട്രി മറച്ചു വെക്കുന്നുണ്ട്. 2 കൺട്രി മറച്ചു വെക്കുന്നുണ്ട്. 2 കൺട്രി ഒരു നമ്പർ പുറത്തു വിടുന്നുണ്ട്. അതിൽ കൂടുതൽ US ആ, കുറവ് ചൈനയാ. അപ്പൊ പിന്നെ മറച്ചു വെക്കുന്ന നമ്പറും പുറത്തെടുത്ത നമ്പറും കൂട്ടി കഴിഞ്ഞാൽ സ്റ്റിൽ US ആയിരിക്കുമല്ലോ കൂടുതൽ. പക്ഷെ അവിടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ US ഒരു ഇത്ര ശതമാനമായിരിക്കും, ചിലപ്പോൾ ചൈന ഇത്ര ശതമാനമായിരിക്കും മറച്ചു വെക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ചൈന അത് എനിക്ക് അറിയത്തില്ലല്ലോ മറച്ചു വെക്കുന്ന. അപ്പൊ പിന്നെ US ആയിക്കോട്ടെ കൂടുതൽ മറച്ചു വെക്കുന്നത്. അതെന്താ അങ്ങനെ ചിന്തിക്കാത്തത്? ചൈനയിൽ 1.7 to 1.8 മില്യൺ പീപ്പിളാണ് പ്രസന്റിലുള്ളത്. US 1.8 to 1.9 മില്യൺ. പെർസെൻറ്റേജ് നോക്ക്, ഇവിടെ 300 മില്യണുള്ള അവിടെ 1.5 ബില്യൺ ആൾക്കാരുണ്ട്. പെർസെൻറ്റേജസ് നോക്ക്, ലൈക്ക് പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ നീ ഇപ്പം US ചൈനയിലോ ജീവിക്കുന്നെങ്കിൽ നിനക്ക് കൂടുതൽ ചാൻസ് പ്രിസണിൽ പോകാൻ US പോപ്പുലേഷൻ വൈസ് നോക്കുമ്പോൾ US 0.5ഉം ചൈനയിൽ 0.13 ഉള്ളൂ. പോലീസിൻ്റെ കൈ കൊണ്ട് ചാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് US വെടി കൊണ്ട് ചാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് US തെരുവിലിറങ്ങി ലൈക്ക് ഹോംലെസ് ആയിട്ട് ചാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് US അപ്പം ബേസിക്കലി ലൈക്ക് റൺ ചെയ്യുന്ന കൺട്രിയുടെ മുകളിലിരിക്കുന്ന ആൾക്കാരുടെ കഴിവിലിരിക്കും രാജ്യം എങ്ങനെ പോകുന്നുള്ളത്. അപ്പോൾ ക്യാപിറ്റലിസം ആണെങ്കിലും എന്ത് ആണെങ്കിലും കഴിവുള്ളവർ റൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകും. ഇപ്പോൾ ഇവിടുത്തെ ക്യാപിറ്റലിസം ആണെങ്കിൽ US നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, പക്ഷെ അതാണ് നല്ല ലീഡർഷിപ്പാണ്. ഇവിടെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. US എല്ലാവരും പറഞ്ഞതാ കെന്നഡി ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഒരു പ്രസിഡന്റ് പിന്നെ, കാരണം ഇപ്പോൾ ആണെങ്കിൽ എല്ലാവരും കണ്ടോണ്ടിരിക്കും. ഇപ്പോൾ ആണെങ്കിൽ ഒരു ഗ്രേറ്റ് അവേക്കനിങ് നടന്നുകൊണ്ടിരിക്കുക US പറ്റിയുള്ള. അവിടുത്തെ ജനങ്ങൾ വരെ അവരുടെ പാസ്റ്റും അവരുടെ രാജ്യം എന്താണെന്നുള്ള അവർ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവർ തന്നെ ലൈക്ക് ബേസിക്കലി US അവിടുത്തെ ആൾക്കാർ അവർ റൂൾ ചെയ്യുന്നവരുടെ ഇതൊക്കെ അവർ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ട്രംപിൻ്റെ ആണെങ്കിലും ട്രംപ് വന്നോടെ ആയിരുന്നു എങ്കിൽ ലാസ്റ്റ് റോ ആയിരുന്നു, ജനങ്ങൾക്കൊക്കെ മടുത്തു. അപ്പോൾ ബേസിക്കലി പിന്നെ ഈ ഒരു മീം നിങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടോ? സോഷ്യലിസം യു ലൈൻ അപ്പ് ഫോർ ബ്രെഡ്. ഇതുണ്ടാക്കിയത് ഏതെങ്കിലും ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും. എപ്പോഴെങ്കിലും ഇപ്പം നമ്മൾ ഇവൻ നമ്മുടെ നാട്ടിൽ ഇതുണ്ട്, റേഷൻ കടകളുണ്ട്, സംഭവങ്ങളുണ്ട്. അവിടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഫ്രീ ആണ്, ബട്ട് ദെൻ യു ലൈൻ അപ്പ്. ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം നമുക്ക് ഫ്രീ ആണ്, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, നമ്മുടെ പൈസ ഉണ്ട്. പക്ഷേ സോഷ്യലിസത്തിൽ ലൈക്ക് നിനക്ക് മേടിക്കാൻ കാശുണ്ട്, അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, സോഷ്യലിസത്തിൽ അതിനൊരു പ്രശ്നം ഉണ്ടല്ലോ. ഈ സോഷ്യലിസത്തിന് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഉള്ള ആൾക്കാരിൽ നിന്നാണല്ലോ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ലെറ്റ്സ് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിറ്റി നിൽക്കുന്ന ഒരാളാണ്, പുള്ളിക്ക് ഞാൻ രാജ്യം വിട്ടു പോവാണ്, പുള്ളി അങ്ങനെ പോകും, പുള്ളിക്ക് ആദ്യം ഒരു ഫ്ലൈറ്റ് വേണം, അപ്പോൾ ഗവൺമെൻറ് ഫ്ലൈറ്റ് ആയിരിക്കും. അങ്ങനല്ലല്ലോ സോഷ്യലിസ്റ്റ് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഫ്ലൈറ്റ് ഒക്കെ എടുക്കാം, പ്രൈവറ്റ് ഫ്ലൈറ്റ് എടുക്കാം. പക്ഷേ പുള്ളിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണ്ടേ? അതിന് ജോലി എടുക്കുമല്ലോ പുള്ളി. ജോലി എടുക്കുന്നത് പുള്ളിക്ക് ഈസിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണല്ലോ. പുള്ളി എല്ലാവരുടെയും ഇപ്പം നീ 1000 ഉണ്ടാക്കി ഇവർ 2000 ഉണ്ടാക്കി എല്ലാം ചുമ്മാ മേടിച്ചിട്ട് ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് അല്ല, എല്ലാവരുടെയും ഒരു പെർസെൻറ്റേജ് മേടിച്ചിട്ട് ഒരു എല്ലാവരുടെയും ടാക്സ് കളക്ട് ചെയ്തിട്ട് എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ അല്ല അങ്ങനെയാണല്ലോ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. കാനഡയിലാണെങ്കിലും ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1% എടുക്കും, കൂടുതൽ ഉണ്ടാക്കുന്നതിന്റെ കുറച്ച് കൂടുതൽ പോകത്തില്ല, പെർസെൻറ്റേജ് സെയിം ആയിരിക്കും, കൂടുതൽ പെർസെൻറ്റേജ് എടുക്കും. അങ്ങനെയാണല്ലോ എടുക്കുന്നത് ടാക്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ പെർസെൻറ്റേജ് എടുക്കും, കുറവുള്ളതിൻ്റെ കുറവ് പെർസെൻറ്റേജ്. ബട്ട് അറ്റ് ദി എൻഡ് ലൈക്ക് അഫോർഡബിലിറ്റി സെയിം ആയിരിക്കുമല്ലോ. ഇപ്പം 1000 ഉണ്ടാക്കിയിട്ട് എൻ്റെ 50% എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നുമില്ല, എനിക്ക് നാളെ ഒരു ചായ മേടിച്ച് പിടിക്കാനുള്ള കാശുമില്ല. പക്ഷേ അതേസമയം ഒരു 50 മില്യൺ ഉണ്ടാക്കുന്നവൻ്റെ
50% എടുത്തു കഴിഞ്ഞാലും പുള്ളിക്ക് പിന്നെ അടുത്ത് 10 കൊല്ലം വേണമെങ്കിൽ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം ഈ പുള്ളി ചെയ്യുന്ന ബാലൻസിങ് ഉണ്ടല്ലോ, ഇപ്പം ഈ മംദാനി വന്നിട്ട് ചെയ്യുന്ന ബാലൻസിങ് പുള്ളി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം റെന്റ് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പാർട്ട്മെന്റ്സിന് ഇത്രയും റെന്റ് കൂടുതൽ കൂട്ടാൻ പറ്റത്തില്ല. പിന്നെ ഇത്രയും മാസം വരെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് റെന്റിന് നിൽക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6-7 മാസം പൈസ കൊടുത്തില്ലെങ്കിലും അവരെ തള്ളി പുറത്താക്കാൻ പറ്റത്തില്ല. ഇപ്പം നിനക്ക് അവിടെ ഒരു 5-6 അപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പം പിന്നെ അവിടെ ഇങ്ങനത്തെ ആൾക്കാർ വന്ന് അടിഞ്ഞു കൂടുമ്പോൾ നീ എന്ത് ചെയ്യും? റെന്റ് കൊടുക്കാതെ ജീവിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. 6-7 മാസം വരെ അവരെ പുറത്താക്കാൻ പറ്റില്ല. പുറത്താക്കിയാൽ റെന്റ് ഫ്രീസേ ഉള്ളൂ. അതായത് ഇപ്പോഴുള്ള റെന്റ് എത്രയാണോ അത് കൂട്ടാൻ പറ്റത്തില്ല. റെന്റ് ഫ്രീസ് ഒന്ന്. രണ്ടാമത് സംഭവം ഫ്രീ റെന്റ് ഇല്ലെന്ന് തോന്നുന്നു. ഫ്രീ റെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അത് ഇത്രയും നാളത്തേക്ക് പുറത്താക്കാൻ പറ്റില്ല എന്നുള്ളവരുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. ഇവിടെ ആണല്ലോ ഉണ്ട്. നിനക്കാണെങ്കിൽ റെന്റ് കൊടുത്തില്ലെങ്കിൽ പുറത്താക്കാൻ പറ്റും. അവിടെ കൂടുതലാണ്. പിന്നെ റെന്റ് പുള്ളിക്ക് പറയുവാണ് നിങ്ങൾ പുറത്തു പോ, ഞാൻ വേറെ ആളെ കൊണ്ടുവരുവാണ്, റെന്റ് കൂട്ടുവാണ്. റെന്റ് കൂട്ടാൻ പറ്റത്തില്ല ഇതിൽ കൂടുതൽ. അപ്പോൾ പുള്ളി നോക്കുമ്പോഴത്തേനും പുള്ളിക്ക് സംഭവം ബാലൻസ് ചെയ്യണമല്ലോ. പുള്ളിക്ക് പുള്ളിയുടെ എക്സ്പെൻസ് ഉണ്ട്, സംഭവം ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഈ റെന്റ് കൂടുന്നതിന്റെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? അതായത് ഇവർ ഇതെല്ലാം മോർഗേജിന് എടുത്തേക്കുന്നെങ്കിൽ എല്ലാ 5 വർഷവും നിന്റെ ഇൻട്രസ്റ്റ് മാറും, ഇൻട്രസ്റ്റ് കൂടും. കുറയാനും ചാൻസ് ഉണ്ടല്ലോ? ഇല്ല, കുറയില്ല, കൂടത്തേ ഉള്ളൂ. ഈ ഇൻഫ്ലേഷൻ കാരണം ഇത് കൂടുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ അതിനെ ടാലി ചെയ്യുന്നത് റെന്റ് കൂട്ടിക്കൊണ്ടാണ്. ഇവിടെയാണല്ലോ നമ്മളത് കാണുന്നത്. അപ്പോൾ ഈ കേസിൽ അത് നടക്കത്തില്ല. നിന്റെ ഇൻട്രസ്റ്റ് കൂടും, കാര്യങ്ങളെല്ലാം കൂടും, റെന്റ് റിമെയിൻസ് ദ സെയിം. സോ അപ്പം ഒരു ഫുഡ് സർവീസ് നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഇത് പ്രൈവറ്റ് ഗവൺമെന്റ് അല്ല പറയുന്നത് നിങ്ങൾ ഒരു ടിഫിൻ മീൽ ഇത്രയും $100 കൊടുക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ആർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ $90 കൊടുക്കുന്ന ആൾക്ക് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $90 കോമ്പറ്റ് ചെയ്യാനായിട്ട് ഒരു പുള്ളി 85 വെക്കും. 85 വെക്കുമ്പോൾ പുള്ളി 85 ആക്കാൻ നോക്കുമ്പോൾ 80 വെക്കും. 80 വെക്കാൻ നോക്കുമ്പോൾ 75 വെക്കും. അപ്പോൾ അങ്ങനെയാണ് ഓവറോൾ ജയിക്കുന്നത് വെച്ചാൽ കൺസ്യൂമേഴ്സും ജയിക്കും, ബിസിനസ്സും ജയിക്കും. ഏത് ബിസിനസ്സാണ് ബെറ്റർ ആയിട്ട് ചെയ്യുന്നത്? ഇനി ഇവിടെ ഗവൺമെന്റ് നാളെ പറയുവാണ് ഇല്ല ഈ സംഭവത്തിന് ക്യാപ്പ് ഉണ്ട്, ഇതിന് എത്ര പറയുന്നത് $60 മുകളിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ക്വാളിറ്റി ഉള്ളവർ ജയിക്കും. $60 അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ജയിക്കും. അപ്പോൾ ആര് ജയിക്കാൻ പോകുന്നത്? ഏറ്റവും വലിയ വോളിയുള്ളവർ ജയിക്കും. 60 മാത്രം വേറെ എന്തിനാണെങ്കിലും ക്യാപ്പ് ഗവൺമെന്റ് വെക്കുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ മാർക്കറ്റ് അല്ല അവിടെ ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് ക്യാപ്പ് സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ വലിയ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എക്സാമ്പിൾ സംസാരിച്ചു. ഇപ്പോൾ ഗവൺമെന്റ് പറയുവാണ് മിനിമം വേജ് കൂട്ടുക എന്നുള്ളത്. മിനിമം വേജ് കൂട്ടുമ്പോഴത്തേനുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മിനിമം വേജ് കൂടി സാധാരണക്കാരന് നല്ല കാര്യമാണ്. ആവറേജ് ഉണ്ടാക്കുന്ന ആൾക്ക് 16 ഉള്ളവന് 25 നാളെ മുതലാക്കി $25 പെർ അവർ കിട്ടുന്നുണ്ട്. ഈ പൈസ എവിടെന്നെങ്കിലും വന്നം. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ടിമോട്ടൻസിലാണ്. ടിമോട്ടൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റും. ടിമോട്ടൻസ് പറയും കുഴപ്പമില്ല, ഞങ്ങൾ എടുത്തോളാന്ന് പറയും. ചെറിയൊരു കട ഓടിക്കുന്ന ചായക്കടക്കാരൻ പറയും പുള്ളിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, പുള്ളിയുടെ ബിസിനസ് പൂട്ടിപ്പോവും. അപ്പോൾ പൈസ ഉള്ളവന് വീണ്ടും പൈസ ആവുക. അല്ല, നീ പറഞ്ഞതിന് മനസ്സിലാവും. പക്ഷേ കുറച്ചുള്ളത് ഈ മംദാനിയുടെ ഐഡിയ കൊണ്ടുവരുന്നത് കൊണ്ട് ടെനൻസിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇവർക്ക് ശരി, ഇയാൾ ഈ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ വേണ്ടി വലിയ ഡ്രീം ഉണ്ടായി, സമ്മതിച്ചു. പക്ഷേ കുറച്ചുകൂടെ ഇങ്ങനെ ഒരു കൊണ്ട് ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് അയാൾ കുറച്ചുകൂടെ ടൈം എടുക്കുന്നത് എന്താ പ്രശ്നം? ഇത് ഹെൽപ്പ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ആൾക്കാരെ പൈസ ഇല്ലാത്തവരെ ഹെൽപ്പ് ചെയ്യണം. പൈസ ഇല്ലാത്തവരെ പക്ഷേ ഹെൽപ്പ് ചെയ്യുന്നത് ഭയങ്കര പൈസ ഉള്ളവന്മാർ സ്റ്റിൽ പൈസ ഉണ്ട്. ബ്ലാക്ക് റോക്ക് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് അവർക്ക് പിടിക്കാൻ പറ്റത്തില്ല. പൈസ ഉള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് ലോവർ ക്ലാസ്സിനും മിഡിൽ ക്ലാസ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. അപ്പോൾ മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ്സിലേക്ക് എത്തും. ലോവർ ക്ലാസ് ഇങ്ങനെ പറയുന്നത് നടക്കും. ടോപ്പിലുള്ളവരെ പിടിക്കുവാണെങ്കിൽ മനസ്സിലാവും. ടോപ്പിലുള്ളവരെ പിടിക്കുന്നത് ഇതുപോലെ സാധാരണ ആൾക്കാരെ അവരൊന്നും അറിയില്ല. എടാ വർഷം ഒരു 500 ബില്യൺ ഉണ്ടാക്കുന്നവരെ കുറച്ച് ടാക്സ് ചെയ്താലൊന്നും അറിയത്തില്ല. നമ്മുടെ ഇപ്പോൾ ദേഹത്തു നിന്ന് ഒരു രോഗം പോയി ആരെങ്കിലും അറിയോ? അവരൊന്നും അറിയത്ത് പോലുമില്ല. പക്ഷെ അവരുടെ ഒരു ഇതാ എന്നെ കൂടുതൽ ടാക്സ് എന്നുള്ള ഒരു ഈഗോ കാരണം മാത്രം അവർക്കത് ഇഷ്ടമല്ലാത്ത. അല്ലാതെ പൈസ അവരെ അറിയാൻ പോകുന്നില്ല. അവർക്ക് വേണമെങ്കിൽ നാളെ 10 വീടോ 20 വീടോ ഒരു നെയ്ബർഹുഡ് ഫുള്ള് മേടിക്കണമെങ്കിൽ മേടിക്കാം, അതിനുള്ള കാശുണ്ട്. പക്ഷെ അവരെ കൂടുതൽ ടാക്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു ഈഗോ ഹേർട്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അവരുടെ ലൈഫിനെ അത് ബാധിക്കാനേ പോകുന്നില്ല. പക്ഷേ അതേസമയം താഴെ കിടക്കുന്ന ഒരു 2 നേരത്തെ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ? നമ്മൾക്ക് മനുഷ്യന്മാരല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണ്ടേ? അതിലൊന്നും ഒന്നും സംഭവിക്കുന്നില്ല, ആർക്കും ഒരു നഷ്ടമില്ല. നിങ്ങൾ ഈ പറയുന്ന സിറ്റുവേഷൻ പ്രശ്നം വരാൻ പോകുന്ന വെച്ചാൽ ഇപ്പൊ ബിസിനസ് ഉള്ളവർക്ക് ഇപ്പൊ ഒരു മാസം കൊണ്ട് ഉണ്ടാകുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ 3 മാസം അല്ല 6 മാസം കൊണ്ടായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. മൈനസിലെ പോണെങ്കിൽ പുള്ളി ഒരിക്കലും ആ പ്രോഫിറ്റിൽ എത്തത്തില്ല. ഓൾറെഡി പൊട്ടിയല്ലോ. കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ 30 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പുള്ളി എല്ലാം വിറ്റ് 30 വർഷം മൈനസിൽ പോകണമെങ്കിൽ ആളാണെങ്കിൽ ബിസിനസ് നിർത്തി പോകുന്നത് നല്ലത്, ഓടിക്കാതിരിക്കുന്നത് നല്ലത്. ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഇപ്പൊ ക്യാപ്പ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ 30 വർഷം കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഇത് ചിലപ്പോൾ വിട്ടിട്ട് വരുമായിരിക്കും. ബിസിനസ് ചെയ്യരുത്. ക്യാപ്പ് വെച്ചാൽ അതാ പ്രശ്നം. ഇപ്പൊ അവർക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. എന്ത് ക്യാപ്പ് വെച്ചെന്ന് കാര്യ? ഞാൻ പറഞ്ഞ റെന്റില് ക്യാപ്പ് വെക്കുക. ഇപ്പൊ നിങ്ങൾ പറയണേന്ന് വെച്ചാൽ 30 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 40 വർഷം വെയിറ്റ് ചെയ്യാനാ പറയണേ. പക്ഷെ ചിലപ്പോ ആ ലോസ് അത്രയും വലിയാണെങ്കിൽ പുള്ളി 60 വർഷം വെയിറ്റ് ചെയ്യണമെങ്കിൽ 60 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്ന് പുള്ളി ചിലപ്പോ മനസ്സിലായി. ഇപ്പൊ ഈ പറഞ്ഞ ഇതാണെങ്കിൽ പുള്ളി പറഞ്ഞ മിനിമം $5 മില്യൺ മേളിലോട്ടുള്ളവരുടെ അവനൊരു പെർസെന്റേജ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നെഗറ്റീവിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല.
അല്ല പുള്ളി അപ്പൊ എന്തായാലും പുള്ളിയുടെ ടാക്സി വേണമെങ്കിൽ പുള്ളി എവിടെന്നെങ്കിലും പിടിക്കത്തില്ലേ പുള്ളി? അവിടുന്ന് പിടിക്കും. ആ പിടിക്കണേ ആരാ? മിഡിൽ ക്ലാസ്സിൽ നിന്ന് പിടിക്കാൻ പോകുന്നത്. താഴെക്കടയുള്ളവരെ മിഡിൽ ക്ലാസ്സിൽ നിന്ന് പിടിക്കാൻ പോകുന്നത്. ശരിയാ, പ്രശ്നം വരെ അവർക്ക് അങ്ങനെ രണ്ട് താഴെക്കട. പ്രശ്നമുള്ളൂ. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് താഴെ ഇടാം, അല്ലെങ്കിൽ ഇവര് പറഞ്ഞ പോലെ ഇവരുടെ ഈ അവിടെ ഉണ്ടാക്കിയ ഇൻവെസ്റ്റ്മെന്റും ഇതുപോലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും അല്ല അവരത് ഫുള്ളി ക്ലിയർ ഓഫ് ചെയ്തിട്ട് അവർക്ക് അവിടെ ബിൽഡിങ്ങും വേണ്ട, ഒന്നും അത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഐഡിയ ആക്ച്വലി കൊള്ളാം. ഇങ്ങനെ ഒരു റിച്ച് ആയിട്ടുള്ള പറയുന്ന കാര്യമെല്ലാം ഭയങ്കര അടിപൊളി. ഇപ്പൊ കേട്ട് കഴിയുന്നത് പക്ഷെ നമ്മൾ ഇവിടുത്തെ റെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അത് നമ്മൾ ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ വീടിനൊക്കെ 1.2 മില്യൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? നമ്മുടെ നാട്ടിൽ ഇതിലും വലിയൊരു വീട് ഇതിന്റെ പകുതി പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ആക്ച്വലി റെന്റിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചൈനയിലോട്ട് പോകാം. ചൈനയിൽ ഇതിന് നല്ലൊരു വീടിന് നിനക്ക് $1000 കിട്ടും. സിംഗിളായിട്ട് നിനക്ക് താമസിക്കണമെങ്കിൽ ഇതിലും അടിപൊളി സെറ്റപ്പുള്ള വീട് മാക്സിമം എനിക്കറിയില്ല കിട്ടുമോ, സുഖമായിട്ട് ജീവിക്കാനുള്ള ഇൻകവും കിട്ടും. റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പകുതി പ്രശ്നം നടക്കും. അത് അങ്ങനെ അവിടെ ഇവിടെ അല്ലെങ്കിൽ ഒരു സെന്റിൽ 100% നടക്കില്ല. അതിന്റെ പ്രശ്നം ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ബാങ്ക് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ പ്രോമിസ് ഒരിക്കലും നടക്കത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ പുള്ളി ചെയ്യാൻ പോകുന്ന പ്രോമിസ് ആണെങ്കിലും പുള്ളി അതെങ്ങനെ നടത്തിയെടുക്കും? അത് നമ്മൾ ജനുവരി തന്നെ പറഞ്ഞത് നമുക്ക് കണ്ടുകഴിയാന്ന്. ഇപ്പൊ 6 വർഷം ഒന്നും ചെയ്തിട്ടില്ല പുള്ളി. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇനിയും പുള്ളി കയറിയതേ ഉള്ളൂ. കുറച്ച് ഫ്രീ ആക്കിയിട്ടുണ്ട് നിലവിൽ. ആ ഫ്രീ അത് എത്ര നാൾ ഓടും നോക്കും. ഫ്രീ മാത്രമല്ല, ന്യൂയോർക്കിലെ ക്രൈം എടുത്ത് നോക്ക്. ന്യൂയോർക്കിന്റെ ചൈനയുടെ ഇതിന്റെ കാര്യം റെന്റിന്റെ കാര്യം ഞാൻ ജസ്റ്റ് നോക്കി. ChatGPT കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല. ടൊറന്റോയില് 2200 to 2700 ആവും ആവറേജ്. ചൈനയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസിൽ 1300 to 1200, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസിൽ $800 ആവും. പക്ഷെ ഇതിലൊരു ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സാലറി ചൈനയിലൊക്കെ കൂടുതലാണ് കാനഡയിൽ. പക്ഷെ എക്സ്പെൻസും അതിനനുസരിച്ച് കൂടുതലായിരിക്കും ഇവിടെ. അവിടുത്തെ ഗ്രോസറിക്ക് വില കുറവായിരിക്കും, ഹെൽത്ത് കെയർ വില കുറവായിരിക്കും, ബസ് റൈഡ് ഫ്രീ ആണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കുറെ കൂടെ സേവ് ചെയ്യാൻ പറ്റും. ഇൻ മേജർ ചൈനീസ് സിറ്റീസ് റെന്റ് ക്യാൻ സ്റ്റിൽ ടേക്ക് എ സിഗ്നിഫിക്കന്റ് ഷെയർ ഓഫ് വർക്ക്. കുറവ് ഉണ്ടാക്കിയാലും നിനക്ക് അവിടെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാക്കിയാലും അത് അതിനനുസരിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യണം ഇവിടെ തന്നെ. ആയിരിക്കും ചിലപ്പോൾ. ഞാൻ വൈദ്യുതി ചൈനീസ് കക്ഷിയോട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാനിത് വേറെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ അവിടെ ഭയങ്കര ഡെവലപ്ഡ് ആണെന്നാണല്ലോ പറയാന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ പുള്ളി കളിയാക്കിക്കൊണ്ട് പറയാം, പിന്നെ ഞാൻ സ്പേസ് ഷിപ്പല്ല ജോലിക്ക് പോകുന്നതൊക്കെ. അല്ലല്ല, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ചൈനീസ് സ്ഥലങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ കണ്ടു നോക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഈ ചേരിയൊക്കെ പോലെയാ അത് എല്ലായിടത്തും ഉണ്ടോ? അത് എല്ലാ രാജ്യത്തും ഉണ്ട്. പക്ഷെ അതാ ഞാൻ പറഞ്ഞ. അപ്പോൾ നീ ഡെവലപ്ഡ് സിറ്റീസ് ഇൻ ചൈന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 സിറ്റീസേ ആകെ പറയുള്ളൂ. ഏതാ മുന്നേ പറഞ്ഞ ഷാങ്ഹായ്, ബീജിംഗ്, അതൊക്കെ പറയുള്ളൂ. അതല്ലാണ്ട് പിന്നെ ചൈനയിൽ ആ 3 സിറ്റി ഉള്ളപ്പോ അല്ല കുറയില്ലേ? അപ്പൊ അതാ പറഞ്ഞ നമ്മള് വീഡിയോ കാണുന്നതും ഈ സിറ്റീസ് അത് എല്ലാ രാജ്യങ്ങളിലും കാണാം. 2 വീഡിയോ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷെ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതാ പറഞ്ഞ. അപ്പൊ ഈ 3 സിറ്റീസ് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് നീ പറയുന്നത്. എടാ 1.5 ബില്യൺ ജനങ്ങളുള്ളവർക്ക് നാളെ എല്ലാം 1.5 ബില്യൺ ജനം ചൈനയിൽ 1.4. എന്നിട്ട് ഇവിടെ കിടക്കുന്ന 2 രാജ്യം കമ്പയർ ചെയ്ത് നോക്കി. അതെ, അത് കമ്പയർ ചെയ്ത് നോക്കി. ആ നമ്പർ രാജ്യമല്ലാന്ന് ഞാൻ പറഞ്ഞു. ഒരു രാജ്യം 3 രാജ്യമല്ല. അല്ലല്ല. പക്ഷെ നമ്മൾ ഒരിക്കലും പറയരുത് ഈ രാജ്യം മോശമാണ്, ഈ രാജ്യം പന്നയാണ്. 2 രാജ്യം ഈക്വലി പന്നാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കണ്ണിൽ എന്തോ നമ്മുടെ കുഴപ്പമെന്ന് ഞാൻ പറയാം. നമ്മളെല്ലാവരും കൊച്ചിലോട്ട് കണ്ടുവന്നു വെച്ചാൽ US ഹീറോ, US എല്ലാവരൊക്കെ വില്ലന്മാര്. നമ്മൾ പറയുന്നത് ചൈന എന്നൊക്കെ നമ്മൾ കൊച്ചിലോട്ട് കണ്ടുവന്ന അങ്ങനെ. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലന്മാര്, കൊള്ളലാത്തവര്, അങ്ങനെയാണ് കൊച്ചിലോട്ട് പ്രോപ്പഗണ്ട അങ്ങനെ ആയിരുന്നു. കാശ് കൊടുത്ത് മേടിക്കണം. നീ 10 അടിച്ചു പോകില്ല. കാശ് കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അടിച്ചു പോകത്തില്ല. ഇപ്പൊ നമ്മള് ഷൗമിയും ഐഫോണും കമ്പയർ ചെയ്യുക, ഏത് കൂടുതൽ ഷൗമിയുടെ ഫോണൊക്കെ കാണാറുണ്ടോ? അതൊരു ക്ലിയർ സംഭവം. ഷൗമി 2 വർഷം കഴിയുമ്പോ അടിച്ചു. പക്ഷെ ഇത് 2020 ഫോണാണ്. മാനുഫാക്ചറിങ് പക്ഷെ കമ്പനി ചൈനീസ് അല്ല. നീ പക്ഷെ ഷൗമിയുടെ 20,000 രൂപയുടെ ഫോണാണ് പറയുന്നത്. നീ ഷൗമിയുടെ കാശ് കാശ് മുടക്കണം. കുറച്ച് കാശ് മുടക്കി നല്ല ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ചൈനയിലെ ഫോണായാലും ചൈനയിലെ ഏത് സാധനമാണെങ്കിലും കുറച്ച് കാശ് മുടക്കി കഴിഞ്ഞാൽ അടിപൊളി നമ്പർ 1 സാധനങ്ങൾ കിട്ടും. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വർക്കിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഗവൺമെന്റ് അതൊരു ബ്ലെൻഡ് ആയിരിക്കും. ബ്ലെൻഡ് ഓഫ് ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം ഞാൻ പറയുന്നില്ല. ഈ രണ്ടിൻ്റെയും കൂടി ബ്ലെൻഡ് ആയിരിക്കും. അത് പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു നല്ല ഗവൺമെന്റ് ആയിരിക്കും. ഞാൻ പറയാം, ഈ പറഞ്ഞ ഏത് ഇസം ആണെങ്കിലും ഇമ്പീരിയലിസം ഫാസസ് ഒഴിച്ച് ബാക്കി ഏത് ഇസം ആണെങ്കിലും നല്ല ഗവൺമെന്റ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതും വർക്കാവും. നല്ല രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റലിസവും സോഷ്യലിസവും കൂടെ ബ്ലെൻഡ് ചെയ്തൊരു ഗവൺമെന്റ്. പക്ഷേ നല്ല ഒരു ഗവൺമെൻറ് വേണം. ആൾക്കാരെ പറ്റി ചിന്തിക്കുന്ന, സ്വന്തം പോക്കറ്റ് നിറക്കാൻ നോക്കാതെ നല്ലൊരു ഗവൺമെൻറ്, ബോധമുള്ളൊരു ടീമെല്ലാം വന്നിട്ട് ആണെങ്കിൽ ക്യാപിറ്റലിസവും സോഷ്യലിസവും കൂടെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗവൺമെൻറ് കിട്ടും. ഓക്കെ, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ക്യാപിറ്റലിസ്റ്റ് ആണ് കുറച്ചുകൂടി നല്ല. അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ എല്ലാ വീടും ഒരേപോലെ ഇരിക്കുന്നത്.
അപ്പോൾ അതെനിക്ക് പണ്ട് തോന്നിയൊരു എക്സാമ്പിൾ ആട്ടോ എനിക്കിവിടെ തരാൻ തോന്നി. നാട്ടിലെന്ന് വെച്ചാൽ നമുക്ക് പാവപ്പെട്ടവർക്കൊരു ഓപ്ഷനുണ്ട്, നമുക്കൊരു 5 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് എങ്ങനെ വേണേലും വീട് പണിയാം. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഗവൺമെൻറ് വീടുണ്ടാക്കും, എന്നിട്ട് നമുക്കത് പൈസ കൊടുത്ത് മേടിക്കാം. അപ്പോൾ അത് ആ സിസ്റ്റം എനിക്ക് എന്തോ ഇവിടെ നമുക്ക് പണിയാട്ടോ പണിയാം, പക്ഷെ അത് ബില്ലിനേഴ്സിന് ചെയ്യാൻ പറ്റുള്ളൂ. നാട്ടിൽ പാവപ്പെട്ടവന് വേണേലും ഒരു ചോപ്പടി ടെൻ്റൊക്കെ അടിച്ച് വേണമെങ്കിൽ അവിടെ വീടുണ്ടാക്കിയിട്ട് ലൈസൻസ് കിട്ടും. പക്ഷെ അങ്ങനത്തെ സംഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ നമ്മൾ എനിക്ക് കുറച്ചുകൂടി അത് നന്നായിട്ട് തോന്നി. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഈവൻ നമുക്ക് നാട്ടിൽ വീടുണ്ടാക്കണമെങ്കിൽ അറിയാവുന്ന ആൾക്ക് അത് ക്യാപിറ്റലിസം ആണെന്ന് പറയുന്നത്. അതതിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ എന്തോ ഇവിടെയുള്ള സോഷ്യലിസം എവിടെ ഈ സംഭവം വീടിന്റെ സംഭവം ഞാൻ പറഞ്ഞത്. വീടിന്റെ സംഭവം വീടിപ്പോ ഗവൺമെന്റ് അല്ലേ ബിൽഡ് ചെയ്യുന്നത്. അത് സോഷ്യലിസം ഒന്നും അല്ലല്ലോ. വീട് ഗവൺമെന്റ് അല്ലേ ബിൽഡ് ചെയ്യത്തുള്ളൂ. സോഷ്യലിസ്റ്റ് ഒന്നുമില്ല, കാരണം കാനഡ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് അല്ല ഞാൻ പറഞ്ഞ വീടിന്റെ കാര്യം. ആ സെറ്റപ്പ് നല്ലതാ, സെറ്റപ്പ് എനിക്ക് മനസ്സിലാവും, അത് നാട്ടിലത്തെ നല്ലത്. പക്ഷേ എല്ലാ വീടും തോന്നുന്നില്ല, അത് ഗവൺമെന്റിന്റെ കൺട്രോൾ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വീടുണ്ടാക്കണ ഇപ്പൊ ഗവൺമെന്റാ, അത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു കമ്പനി ഇപ്പോൾ ഇത് ഗവൺമെന്റ് അണ്ടർ സെയിം സംഭവം. വീട് നമുക്കൊരു ഒരാൾക്കാരെ വിളിച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ, അല്ലെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കുന്ന ആളായിരിക്കണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതാ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. എനിക്കാണെങ്കിലും ഈ സെയിം സംഭവം തന്നെ, ബട്ട് ദെൻ ഇവർ പറഞ്ഞല്ല സെയിം സംഭവം തന്നെ, പക്ഷേ കൂടുതൽ ക്യാപിറ്റലിസം ടുവേർഡ്സ് ഫ്രീ മാർക്കറ്റ് ടുവേർഡ്സ് ബെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്കിഷ്ടം. ഗവൺമെൻറ് എത്ര പൈസ കിട്ടിയാലും എനിക്ക് തോന്നുന്നില്ല നന്നാവും, ഇല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടി നല്ല ചെയ്യുന്നു. സോ എനിക്ക് തോന്നുന്ന സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൈസ ഉള്ളവന് ഓപ്ഷൻ ഉണ്ടാവണം, പൈസ കൂടിയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് സർവീസ് സംഭവം കിട്ടാനായിട്ടുള്ള. ബട്ട് then പാവപ്പെട്ടവൻ ഒട്ടും വർക്ക് ചെയ്യാൻ പറ്റില്ലാത്തവന്മാരാണെങ്കിലും ഇല്ലെങ്കിൽ മടിയുള്ളവർക്കാണെങ്കിലും മറ്റേ സംഭവം ഉണ്ടാവണം. അവർക്ക് ബേസിക് സംഭവങ്ങൾ കിട്ടണം. പക്ഷേ അത് ഒരു ബാലൻസ് കടന്ന് പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള സംഭവമാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ അതുപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള സംഭവം കിട്ടുന്ന ഒരു സിസ്റ്റം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പം നിങ്ങൾ ഏത് സിസ്റ്റമാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ക്യാപിറ്റലിസം, സോഷ്യലിസം, ഫേസിസം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കമൻറ്റ് പറഞ്ഞറിയിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. ഇച്ചിരി ലെങ്തി പോഡ്കാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയിട്ട് ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള കുറേ ടോപ്പിക്കും സംഭവം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ്, ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ തന്നെയാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സും തോട്ട്സും ഉണ്ടെങ്കിൽ പറഞ്ഞറിയിക്കുക. ആൻഡ് ദെൻ എന്തെങ്കിലും സജഷൻ സംഭവം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു. കാര്യം ഞങ്ങൾ ഓപ്പൺ ആണ്. ആൻഡ് ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. സോ ഇനി അടുത്ത ആഴ്ചയിൽ വീണ്ടും വേറെ പോഡ്കാസ്റ്റ് കാണാം. സോ എല്ലാവരും ടേക്ക് കെയർ. ബൈ.